സൂപ്പർ സ്റ്റാർ രജനീകാന്ത്. അതിന് മുകളിലോട്ടൊരു പേരിൻ്റെ ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. എന്നാലും അതിൻ്റെ കൂട്ടത്തിൽ ലോകേഷ് കനകരാജ് എന്ന് പറയുന്നൊരു ബ്രില്യൻ ഡയറക്ടർ വരുന്നു, കൂടെ സൗബിൻ വരുന്നു, ഉപേന്ദ്ര വരുന്നു, നാഗാർജുന വരുന്നു, അമീർ ഖാൻ വരുന്നു, സത്യരാജ് വരുന്നു, തുടങ്ങിയൊരു വമ്പൻ കാസ്റ്റ് ആൻഡ് ക്രൂവോട് കൂടി വരുന്ന ഏറ്റവും പുതിയ തമിഴ് സിനിമയാണ് കൂലി. കൂലി സിനിമയുടെ ട്രെയിലർ ഇപ്പോൾ റിലീസായിട്ടുണ്ട്. നമുക്കെന്തായാലും കൂടുതൽ പറഞ്ഞ് സമയം കളയുന്നതിനേക്കാളും നല്ലത് ട്രെയിലർ കണ്ട് നമുക്കതിൻ്റെ ഒരു ത്രില്ലിലേക്ക് കടക്കാം. എൻ്റെ പേര് അഭിജിത്ത് വിശ്വനാഥ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. നമുക്ക് നേരെ റിയാക്ഷനിലേക്ക് കടക്കാം. വെൽക്കം ടു സിനി പീഡിക. വളരെയധികം എക്സൈറ്റഡ് ആണ് ശരിക്കും പറഞ്ഞാൽ. കാരണം കുറേ നാളായിട്ട് കാത്തിരുന്ന ഒരു സിനിമ തന്നെയാണ് കൂലി എന്ന് പറയുന്ന സിനിമ. ഓഗസ്റ്റ് 14 തീയതിയാണ് തിയേറ്ററിലൂടെ റിലീസാകാൻ പോകുന്നത്. ലോകേഷിൻ്റെ ലിയോയ്ക്ക് ശേഷം വരുന്ന സിനിമയാണ്. രജനീകാന്തിനോടൊപ്പം ആദ്യത്തെ സിനിമയാണ്. സോ എന്താണ് പുള്ളി പണി വെച്ചിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് കാണാം. എന്തായാലും നമുക്ക് ട്രെയിലർ വന്നിട്ടുണ്ട്. സൺ ടി വിയുടെ യൂട്യൂബ് ചാനലിലൂടെയാണ് ട്രെയിലർ വന്നിരിക്കുന്നത്. 3 മിനിറ്റ് ഉണ്ട് ട്രെയിലർ. അപ്പോൾ എന്താവും, കഥയുടെ എന്തെങ്കിലും കാര്യങ്ങൾ പറയുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ സമയം കളയാതെ ലെറ്റ്സ് റിയാക്ട്. യെസ്, ഈ സൗണ്ടില്ലേ? அவன் எவன் கையில சாகுனான்னு ட்ரேஸே இல்லாம தூக்க முடியும் தெரிஞ்சா വൈബ് അതേ തന്നെ, വിക്രത്തിന് അതേ വൈബ്. സൗബിൻ நம்ம இந்த நெட்வொர்க் നാഗാർജുന, സത്യരാജ്. 30 வருஷமா விசில் பறக்கவே സൂപ്പർ സ്റ്റാർ. அது மாதிரி വാവ്. ശ്രുതി ഹസൻ, സത്യരാജ്. உங்களுக்கு அப்பாவா இருக்கலாம், ஆனா அவன் எனக்கு நண்பன். We are going to witness. நண்பர்கள். Oh man. അതാർക്കിട്ട് കൂട്ടിയതാ? മാൻ, എന്നടാ പണി വെച്ചിരിക്ക? ചുമ്മാ അതല്ല എ സർട്ടിഫിക്കറ്റ് കിട്ടിയത്. മൊത്തം ആക്ഷനാണ്, മൊത്തം ബ്ലഡ് ഷെഡഡ്, മൊത്തം അമ്മാരി പരിപാടി കാണിച്ചു വെച്ചിരിക്കുന്നത്. ട്രെയിലർ വാസ് ഗൂസ് ബംസ്, അല്ലാതെ വേറെ ഒന്നും പറയാനില്ല. അനിരുദ്ധിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറ്, ലോകേഷിൻ്റെ പരിപാടി, തലൈവർ രജനീകാന്തിനെ കാണാം. കുറേ നാളുകൾക്ക് ശേഷം ഒരു ഔട്ട് ആൻഡ് ഔട്ട് മാസ്, ദ ടോപ്പ് പീക്ക് രജനീകാന്തിനെ കാണാൻ സാധിക്കും. അത് തന്നെയാണ് ലോകേഷും പറഞ്ഞത്. കുറച്ച് നാളായിട്ട് രജനീകാന്ത് ചെയ്യാത്ത കുറച്ച് ഇമോഷൻസും പരിപാടികളും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നൊരു പടമായിരിക്കും ഇതെന്ന് പുള്ളി പറഞ്ഞിരുന്നു. സോ വി ആർ ഗോയിങ് ടു വിറ്റ്നസ്, അത് തന്നെയാണ് ഞാൻ പറയാൻ പോകുന്നത്. വി ആർ ഗോയിങ് ടു വിറ്റ്നസ് ദി റിയൽ OG രജനീകാന്തിനെ കാണാൻ പറ്റും. കിട്ടുകെട്ടെ, തിയേറ്ററുകൾ വിറക്കട്ടെ, അറങ്കം മതിരട്ടെ എന്ന് തന്നെ പറയാം. പാട്ടുകളൊക്കെ ഓൾറെഡി ഹിറ്റായിരുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അഭിപ്രായം കൂടി പറയുക. ട്രെയിലർ കണ്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായവും, ട്രെയിലർ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയുക. ഓഗസ്റ്റ് 14 തീയതിയാണ് പടം റിലീസ്. കൂടെ വാർ 2 ക്ലാഷും ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് കാണാം. ഞാൻ എന്തായാലും ഫസ്റ്റ് തലൈവറിൻ്റെ പടം കണ്ടിട്ടേ വാർ 2 കാണാൻ പോകത്തുള്ളൂ. എന്തായാലും ട്രെയിലർ എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത റിയാക്ഷനായിട്ട് വരാം. അതുവരെ പീസ് ഔട്ട്. ഞാൻ ഒന്നും കൂടി ഒന്ന് കാണട്ടെ.